കോയമ്പത്തൂരിന് സമീപം മധുക്കരയിൽ ആക്രമണത്തിനിരയായ യുവാക്കൾ പരാതി നൽകാനെത്തിയപ്പോൾ കുന്നത്തുനാട് പോലീസ് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിൽ ഡിവൈഎസ്പി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. പരാതി പറയാൻ എത്തിയവർക്ക് മാനുഷിക പരിഗണന നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. കുന്നത്തുനാട് എസ് ഐക്ക് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ പക്ഷേ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിലൊരു പൊരുത്തക്കേടുണ്ടോ? വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ടെലിഫോൺ വിളിച്ചിരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, യഥാർത്ഥത്തിൽ മാനുഷിക പരിഗണന കൊടുത്തില്ലെന്ന് പറയുന്നു, എന്നാൽ എസ് ഐക്ക് വീഴ്ച ഉണ്ടായില്ലെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ആർക്കാണ് വീഴ്ച പറ്റിയത് എന്ന് റിപ്പോർട്ടിലുണ്ടോ? SKN പ്രധാനമായും ഈ യുവാക്കൾ ഉന്നയിച്ചത് ഈ സംഭവം നടന്നത് മധുക്കരയിലാണ്. അതുകൊണ്ട് ഇവർ പരാതി പറയാൻ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ കുന്നത്തുനാട് സ്റ്റേഷനിലെ SI പറഞ്ഞത് ഇത് ഞങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നതല്ല, മേഖലയിലല്ല വരുന്നത് എന്നുള്ള മറുപടിയാണ് നൽകിയത്. അതാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ SIക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കാൻ കാരണം. അപ്പോഴും പരാതി പറയാൻ എത്തിയത് മലയാളികളാണ്. അതുകൊണ്ട് ഈ കേസിൽ പിടിക്കപ്പെട്ടവരും അതോടൊപ്പം തന്നെ ഈ കാറിന്റെ ഓണർമാരും മലയാളികളാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ SIക്ക് ഇവരോട് കുറച്ചുകൂടി മര്യാദയായി പെരുമാറാമായിരുന്നു. പരാതി പറയാൻ എത്തുന്ന ആളുകളോട് അനുകമ്പയോടുകൂടി പെരുമാറണം എന്ന് DGP ഉൾപ്പെടെ സർക്കുലറുണ്ട്. അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒഫീഷ്യൽ ആയിട്ട് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പക്ഷേ മാനുഷികമായ ഇടപെടലിൽ SIക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും വകുപ്പ് തല നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമോ എന്ന് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഈ സ്റ്റേഷനിലെ CCTV ദൃശ്യം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി SPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പരാതി നൽകിയ യുവാക്കളുടെ മൊഴിയും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയോട് കൂടി ചേർത്തിട്ടാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. SK വിഷ്ണു സുരേഷ്, ഈ റിപ്പോർട്ട് കേൾക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് തോന്നുന്നത് ഉരുണ്ട് പെരണ്ടങ്ങ് നാശമായി എന്നുള്ളതാണ്. കാര്യം അവിടെ ഹൈവേ റോബറിക്ക് വിധേയമായി ഒരു സംഘം ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് തങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ വരുമ്പോൾ അവരെ കാര്യമായി ഗൗരവമായി എടുത്തില്ല, അവർക്ക് മാനുഷിക പരിഗണന കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ വീഴ്ചയാണെന്നിരിക്കെ എന്തുകൊണ്ടാണ് DYSP ഇത്തരം ഒരു റിപ്പോർട്ട് നൽകിയത് എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കണമെന്ന് എനിക്ക് തോന്നുള്ളൂ. അതുപോലെ വർഗ്ഗബോധം വെച്ച് ഈ സബ് ഇൻസ്പെക്ടറെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന് അറിയില്ല. എന്തായാലും വലിയൊരു ദുരന്തത്തിൽപ്പെട്ട മലയാളി സഹോദരന്മാർ എത്തുമ്പോൾ അവരോട് മോശമായി പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ അത് തീർത്തും ഒരു അപരാധമാണ്. എല്ലാ നിയമ സംവിധാനങ്ങൾക്കും അപ്പുറം സാധാരണ മനുഷ്യരെ, നികുതി കൊടുക്കുന്ന ആളുകളെ പല്ലടിച്ച് കാട്ടുന്ന പരിപാടി തന്നെയാണ്.